ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് വചന വെളിച്ചത്തിൽ നാം വിചിന്തനം ചെയ്യുന്നത് കഷ്ടതയിൽ പൊട്ടാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ വചനം പഠിപ്പിക്കുന്നുണ്ട്. കഷ്ടത എന്ന് പറഞ്ഞാൽ സഹനങ്ങൾ, പരാജയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. അങ്ങനെ വന്നപ്പോൾ പൊട്ടിത്തകർന്ന വ്യക്തികളുണ്ട്, പൊട്ടാതിരുന്ന വ്യക്തികളുണ്ട്. പൊട്ടാതിരുന്നത് ആരാണ്? പൊട്ടിത്തകർന്നത് ആരാണ്? ശരിക്കും കഷ്ടതയിൽ പൊട്ടിത്തകരുന്നത് പൊട്ടന്മാരാണ്. ജ്ഞാനികൾ അവർക്കത് സംഭവിക്കത്തില്ല. ജ്ഞാനികൾ അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുക്കാനും ആത്മീയമായിട്ട് വളരാനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ പൊട്ടന്മാരുടെ ഗണത്തിലല്ല പെടേണ്ടത്, ജ്ഞാനികളുടെ ഗണത്തിൽ നമ്മൾ പെടണം. അങ്ങനെയുള്ളവരാണ് കഷ്ടത വന്നാലും കഷ്ടകാലം വന്നാലും ദുരിതങ്ങൾ ജീവിതത്തിൽ വന്നാലും അവർ പൊട്ടി തകരാതിരിക്കുക. ഒരു കാര്യം നമ്മൾ വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. മാമോദീസ, നമ്മളൊക്കെ മാമോദീസയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാമോദീസായുടെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയുണ്ട്. മാമോദീസായുടെ അവസാനം നമുക്ക് കിട്ടുന്ന ഒരു പ്രാർത്ഥന. ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾ അവിടെ ഉന്നയിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കർത്താവേ, വരപ്രസാദം കൊണ്ട് ഈ സ്നാനം സ്വീകരിക്കുന്ന വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. എന്തിനു വേണ്ടിയാണ്? പ്രസാദവര പൂർണിമ അവർ സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഐശ്വര്യകാലത്ത് ദൈവത്തെ വിസ്മരിക്കരുത്. രണ്ടാമതൊരു കാര്യം, ക്ലേശങ്ങളിൽ ദൈവത്തെ പഴിക്കരുത്. ഐശ്വര്യകാലത്ത് ദൈവത്തെ മറക്കരുത്. ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തെ പഴിക്കരുത്. മൂന്നാമതൊരു കാര്യം, ഈ ഭൂമിയിൽ ദൈവത്തിന് സജീവ സാക്ഷിയായി മാറണം. നാലാമത്തെ കാര്യം, സ്വർഗത്തിന് അർഹത നേടാൻ ഈ സ്നാനപ്പെടുന്ന വ്യക്തിയെ അനുഗ്രഹിക്കണം. ഈ 4 കാര്യങ്ങളാണ് ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികള്, മാമോദീസ സ്വീകരിച്ചവര് ഈ 4 കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നിറവേറാൻ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം. ഐശ്വര്യം വരുമ്പോൾ ദൈവത്തെ മറക്കരുത്. വന്ന വഴി മറക്കരുതെന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. നമുക്ക് വിജയം നൽകിയത് ദൈവമാണെങ്കിൽ ആ ദൈവത്തെ മറക്കരുത്. നമുക്ക് സൗഭാഗ്യങ്ങൾ നൽകിയത് ദൈവമാണെങ്കിൽ ആ ദൈവത്തെ ഒരു കാരണവശാലും നമ്മൾ മറക്കരുത്. രണ്ടാമത്തേത്, ക്ലേശങ്ങൾ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും 164-ാമത്തെ പാരഗ്രാഫ്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും ഒരു നാൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് സഹനം, കഷ്ടത, കഷ്ടപ്പാട്, ക്ലേശങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അവിടെ ദൈവത്തെ പഴിക്കരുത്. നീ ആത്മീയതയില്ലാത്ത വ്യക്തികൾ, പ്രാർത്ഥനയില്ലാത്ത വ്യക്തികൾ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഉടനെ ദൈവത്തെ പഴിക്കുക, മറ്റുള്ളവരെ പഴിക്കുക. അത് വരാതിരിക്കാനാണ് മാമോദീസായിൽ നമ്മൾ ഈ പ്രസാദവര പൂർണിമ ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കുക. നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സഹനം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു നാൾ ഇതിനെ അഭിമുഖീകരിക്കേണ്ടി വരും. വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകൾ സുപരിചിതമല്ലേ? ദൈവത്തിന് പാപമില്ലാത്ത ഒരു മകനുണ്ടായിരുന്നു, യേശു ക്രിസ്തു. പക്ഷെ ദൈവത്തിന് സഹനമില്ലാത്ത ഒരു മകനോ മകളോ ഇല്ല. ഈ യേശുവും മാതാവും ഉൾപ്പെടെ നമുക്കറിയാം എന്തുമാത്രം സഹനങ്ങൾ അവരേറ്റെടുക്കേണ്ടി വന്നു. സഹനമില്ലാത്ത ഒരു മകനോ മകളോ ദൈവത്തിനില്ല. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ചെറിയ സഹനങ്ങൾ വരുമ്പോൾ ഇതുപോലെ പ്രതികരിക്കേണ്ട ഒരവസ്ഥ വരുമോ? വരത്തില്ല. നമ്മുടെ വളർച്ച, ആധ്യാത്മിക വളർച്ച എത്തേണ്ടടുത്ത് എത്താത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വലുതാക്കി നമ്മുടെ സഹനം വളരെ വലുതാണെന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കാനായിട്ട് നോക്കുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം 9-10 വചനങ്ങൾ എടുത്താൽ എല്ലാവരും നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ് അല്പകാലത്തെ സഹനം. അത് ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് അനുപമമായ മഹത്വം. ഈ അനുപമമായ മഹത്വം ലക്ഷ്യം വെക്കുന്നവർ ഈ അല്പകാലത്തെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും ഇത്രയും വർഷമേ ഉള്ളൂ. പക്ഷേ മരണാനന്തര ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്, അല്ലെങ്കിൽ കടൽ തീരത്തെ ഒരു തരി മണൽ പോലെയാണ്. അതാണ് വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ മരണാനന്തര ജീവിതം മറന്നല്ല ഈ ലോക ജീവിതത്തെ കാണേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഈ ലോക ജീവിതത്തിൽ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ വന്നാലും അനുപമമായ മഹത്വത്തെക്കുറിച്ചുള്ള ആ ചിന്ത അവരെ മുമ്പോട്ട് നയിക്കും, പ്രത്യാശയിൽ അവരെ നയിക്കും. നമുക്ക് കാണാൻ സാധിക്കും, കഷ്ടതകൾ നമ്മളെ വളർത്താം, വേണമെങ്കിൽ തളർത്താം. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഈ 2 ഗണത്തിൽപ്പെടുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും. കഷ്ടതയിൽ വളർന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 15:4. ഇസ്രായേൽ ജനം ഏറ്റവും കൂടുതൽ ദൈവത്തോടടുത്തതും ആത്മീയമായി വളർന്നതും ക്ലേശങ്ങൾ, ദുരിതങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ്. അത് എടുക്കേണ്ട പോലെ എടുത്തപ്പോൾ അവർക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റി. 1 സാമുവേൽ 1:10 മുതൽ വായിക്കുമ്പോൾ ഹന്ന ക്ലേശങ്ങൾ, ദുരിതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അവൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ദൈവം അവളെ അനുഗ്രഹിച്ചു, സന്താനഭാഗ്യം കൊടുത്തു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. എസ്തർ 10:1 വായിച്ചാൽ മരണതുല്യമായ ക്ലേശം
അനുഭവിച്ച വ്യക്തിയാണ് എസ്തേർ. അവൾ എന്ത് ചെയ്തു? കർത്താവിങ്കലേക്ക് എഴുന്നേറ്റ് ഓടി കർത്താവിങ്കലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചു. അവളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. 2 രാജാക്കന്മാർ 20:1 മുതൽ വായിക്കുമ്പോൾ ഹെസക്കിയ രോഗം ബാധിച്ച് അവൻ മരണപ്പെടുമെന്നുള്ളത് ഉറപ്പിച്ചതാണ്. പക്ഷെ അവൻ പ്രാർത്ഥിച്ചു, ദൈവം അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തു. അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയ ഹെസക്കിയ മരണം വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്താതിരിക്കുമോ? ഇതുപോലെ കഷ്ടതയിൽ ദൈവത്തിൽ നിന്നും അകന്നുപോയ സംഭവങ്ങളുണ്ട്. 2 ദിനവൃത്താന്തം 16:10 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആസാ രാജാവ് സഹനം വന്നപ്പോൾ അവൻ കൂടുതൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 28:22 വചനം വായിച്ചാൽ ആഹാസ് രാജാവ് ദുരിതം വന്നപ്പോൾ അവൻ കൂടുതൽ ദുഷ്ടത പ്രവർത്തിച്ചു എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. 2 മക്കബായർ 9-ാം അധ്യായത്തില് അന്ത്യോക്കസ് പല ദുരിതങ്ങൾ ക്ലേശങ്ങൾ വന്നപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലൊന്ന് അനുദവിക്കാനല്ല ഒന്ന് നോക്കിയത്, കൂടുതൽ പാപ പ്രവർത്തികളിലേക്ക് അവൻ നയിക്കപ്പെടുന്നത് കാണാൻ പറ്റും. അവസാനം ജീവിച്ചിരിക്കെ പുഴുവരിക്കുന്ന ഒരു ദാരുണമായിട്ടുള്ളൊരവസ്ഥ, അങ്ങനെയാണ് അവൻ മരണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ക്ലേശങ്ങൾ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കാം, വേണമെങ്കിൽ ക്ലേശങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി കൂടുതൽ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കഷ്ടതയുടെ ഗുണമറിഞ്ഞാൽ ആരും കഷ്ടതയിൽ ദൈവത്തെ പഴിക്കത്തില്ല, മനുഷ്യരെയും പഴിക്കാൻ പോകത്തില്ല. കഷ്ടതയുടെ ഗുണമറിയണം. ലീമായിലെ വിശുദ്ധ റോസ് അവൾ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, സഹനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി കണ്ടെത്തിയവരാരും ആ സഹനത്തെക്കുറിച്ച് ഒരു പരാതി പരിഭവം പറയത്തില്ല. നിധി കണ്ടെത്താത്തവരാണ്, ഈ സഹനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാത്തവരാണ് ചെറിയ സഹനത്തിന് പോലും വലിയ പരാതികൾ ഉയർത്തുക. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സഹനമായിരുന്നു. പക്ഷെ നമ്മൾ കാണുകയാണ് അതൊന്നും അദ്ദേഹത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിയില്ല. ഈശോയുടെ തിരുഹൃദയത്തിലും മാതാവിൻ്റെ വിമല ഹൃദയത്തിലും തന്നെ പ്രതിഷ്ഠിച്ചിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോയി. അദ്ദേഹം വൈദികനായി, ബിഷപ്പായി, അതുപോലെ തന്നെ മെത്രാനായി, കർദിനാളായി, മാർപ്പാപ്പയായി, വിശുദ്ധനുമായി. സഹനങ്ങൾ അദ്ദേഹത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിയോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാകും. റോമ 5:4-5 പറയുന്നുണ്ട്, കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും പകരും. അങ്ങനെയുള്ളവർക്ക് നിരാശപ്പെടാതിരിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ആരംഭം എവിടെയാണ്? കഷ്ടതയിൽ. യാക്കോബ് 1:3 വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്ന ഒരു കാര്യമാണ് കഷ്ടത, ക്ലേശങ്ങൾ. സുഭാഷിതങ്ങൾ 20:30 വായിച്ചാൽ നമ്മുടെ ഉള്ളറകളെ ശുദ്ധീകരിക്കുന്നതാണ് സഹനങ്ങൾ. ഇതുപോലെ പല നേട്ടങ്ങൾ സഹനത്തിലൂടെ, ക്ലേശത്തിലൂടെ, കഷ്ടതയിലൂടെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ടായി ആ കാഴ്ചപ്പാട് ജീവിക്കുവാൻ വേണ്ട അഭിഷേകത്തിനും അനുഗ്രഹത്തിനും വേണ്ടി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.